ഹലോ ഹലോ ഹലോ. ഹലോ ഹലോ. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ ഉണ്ട് കേട്ടാ. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് വർക്കിലായിരുന്നു. വീട്ടിൽ കുറച്ച് പണിയായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടാ. കുറച്ച് തുണികൾ കഴുകാണ്ട്. തുണികളെല്ലാം ഞാൻ അവിടെ സർപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് കഴുകണം. രുദ്രക്കുട്ടി ഇത്ര നേരം ഉണർന്നിരിക്കുകയായിരുന്നു. രുദ്രക്കുട്ടി ഇപ്പോൾ ഉറക്കമായി. സുല പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ തോട്ടിൽ നല്ല വെള്ളമാണ് കേട്ടോ. നല്ല വെള്ളം, നല്ല രീതിക്ക് ഇപ്പം വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഞാൻ തോട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ ബാഗ്, എൻ്റെ ബാക്കിയുള്ള തുണികൾ എല്ലാം ഉണ്ട്. തോട് കാണിച്ചു തരാം. തോട്ടിൽ വന്നിട്ട് ഇതാണ് അവസ്ഥ. കുറച്ച് കാടും കാര്യങ്ങളുണ്ട്. കണ്ടിട്ട് വെയിലും കുറവുണ്ട്. ഓക്കേ, അപ്പോൾ ഞാൻ തുണികളെല്ലാം കൂടെ കഴിയട്ടെ. നല്ല വെയിലുണ്ട്, എല്ലാം ഉണങ്ങി കിട്ടുന്നല്ലോ. എൻ്റെ കാല് ചെറിയൊരു പ്രശ്നമായിപ്പോയി. ഓക്കെ, അങ്ങനെ തുണികളെല്ലാം കഴുകി എല്ലാം വെയിലത്ത് വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയായി കേട്ടോ. ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ടെ. വേറെ പരിപാടികളൊന്നുമില്ല, ഇതൊക്കെ തന്നെ പരിപാടി. സ്പെഷ്യലായിട്ട് പരിപാടികളൊന്നുമില്ല. വീട്ടിലെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. തുണികൾ കുറച്ചുണ്ടായിരുന്നു. തുണികളെല്ലാം കഴുകി മട്ടിനെ വെള്ളിട്ടേക്കണം കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ ചൂടും കൂടെ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. അതൊക്കെയാണ് പരിപാടികൾ. പിന്നെ സുലയുടെ കുറച്ച് ഡ്രസ്സും പിന്നെ നമ്മുടെ രുദ്രയുടെ കുറച്ച് കൊച്ചു തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ കഴുകി. ഓക്കെ, അപ്പം ചോറ് കഴിക്കട്ടെ. ടാങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോറിലെ പരിപാടി, അത് കുഴപ്പമില്ല, നമുക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. സുല പറഞ്ഞ് വീഡിയോ എടുക്കുമായിരുന്നെങ്കിൽ നമുക്കിതെല്ലാം നല്ല ഡെക്കറേഷനിൽ കൊണ്ടുവരായിരുന്നു. അതൊന്നും വേണ്ട, നമ്മൾ വീട്ടിലെ പരിപാടി എങ്ങനെയാണോ അതേപോലെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ചോറ്റിലുള്ളത് നെത്തോലിക്കറി, മരിച്ചീനി, പിന്നെ ക്യാരറ്റ് തോരൻ. ഇതിൻ്റെ പേരാണ് നമ്മളെ സുലയ്ക്ക് അറിഞ്ഞുകൂടാത്തത്. ചെങ്കലവ എന്ന് പറയും, കിളിമീൻ എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ. ഓക്കെ, അപ്പം ഇത് നമുക്ക് പക്ഷോ നല്ല വിശപ്പായിട്ടാ, വിറയ്ക്കുന്നു. ചേർക്കട്ടെ. എന്തിനാ ചെയ്യുന്നു രണ്ടുപേരും കൂടെ? ഉറങ്ങിയപ്പം ഇപ്പൊ കണ്ണുറങ്ങിരുന്നിട്ട് ഉറങ്ങിയ. സിനിമ കാണാൻ വന്നിരുന്നതാണ് അമ്മയും മോളും കൂടെ. നല്ല പടം കേട്ടോ. പടത്തിന്റെ പേരെന്തിനാണ്? ഹലോ. അപ്പോൾ എല്ലാം ചോറായി കഴിച്ചിട്ട് നമ്മൾ കിടന്നൊരു നല്ലൊരു ഉറക്കം ഉറങ്ങട്ടാ. എൻ്റെ കൂടെ സുലയുണ്ട്, രുദ്രയുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് ആണ്, ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയൊക്കെ കടപ്പുറത്ത് വരുന്നു. കടലിൽ പോയിട്ട് അവർ കല്ലുമ്മക്കായ എടുക്കാൻ പോയിട്ട് ഇപ്പം അവരിപ്പോൾ ഇന്ന് തൊട്ട് അവർ വീണ്ടും കടലിൽ പോയി. തണ്ടേ എനിക്ക് ഒരു പാത്രം കല്ലുമ്മക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു റോസ്റ്റ് ഉണ്ടാക്കാം. ഇതാണ് കല്ലുമ്മക്കായ റോസ്റ്റ്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി. ഓക്കെ, നമുക്കപ്പം പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇപ്പം കല്ലുമ്മക്കായ ക്വാണ്ടിറ്റി കുറവാണ്. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് നമുക്ക് ഈ കപ്പയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ പുഴുങ്ങും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മളെ കപ്പയിലൊക്കെ പിടിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു കപ്പ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കപ്പ അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നല്ല രീതിക്ക് കഴുകണം. ഇതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ കളയണം. അപ്പോൾ ആദ്യം കഴുകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലോട്ട് തട്ടിയിടുക.
നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ല രീതിക്കൊന്ന് കഴുകുക. അതിൻ്റെ അഴുക്കും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകണം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നൈറ്റാണ് കേട്ടോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. എനിക്ക് വേറെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, വഴി അതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വെള്ളം കഴുകി ഒരു വെള്ളം അത് വൃത്തിയായി മണ്ണിരിക്കട്ട്, അത് വിഷയമില്ല. മണലും കാര്യങ്ങളൊന്നും വൃത്തിയായിട്ട് പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ മണലും ഇതൊക്കെ ഒരുപാടുള്ളതുകൊണ്ടേ അപ്പോൾ നമുക്കിത് രണ്ടാം പ്രോസസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളത് കഴിക്കാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചെറുതാണ് കേട്ടോ, ഇന്ന് വലുത് അതിൻ്റെ സീസൺ അനുസരിച്ച് ഇതിൻ്റെ വലുതൊക്കെ കിട്ടും. അവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്, നോക്കിയിട്ട് കിട്ടി. ഇനിയിപ്പം ഈ മാസം അവസാനത്തോടു കൂടിയൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഓരോ ഐറ്റംസ് ചെയ്യാം. ഇനി നമ്മൾ കടപ്പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. ചീനി വൃത്തിയാക്കി കഴിഞ്ഞ് അത് പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇടുന്നുണ്ട്. ഒരു ചീനി എടുത്തിട്ടുള്ളൂ കേട്ടോ, അപ്പോൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമുക്കൊരു ചീനി. അപ്പം നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ചെയ്യാം. ഓക്കെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പലരും ചെയ്യുന്നുണ്ടെന്ന് ചെയ്യാത്തവർ ഇനി കല്ലുമേക്കായ കിട്ടപ്പം ഒന്ന് പരീക്ഷിച്ച് പോകണേ. രുദ്ര എണീച്ച് സുല വീണ്ടും അങ്ങോട്ട് പോയി. ഓക്കെ, എന്നിട്ട് നമുക്ക് ചീനി നല്ല രീതിയിൽ കഴുകണം. അതിൻ്റെ ആ ഒരു പോകണം. അപ്പോൾ നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ചീനിയും നമ്മുടെ കല്ലുമേക്കായും ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സായി കിടക്കട്ടെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഇതൊന്നും ഓട്ടോമാറ്റിക്കലി വെള്ളം ഉണ്ടാവും. വെള്ളം ഒഴിക്കരുത്. നല്ല രീതിക്ക് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഇത് തുറന്നു വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ വേവ് അറിയാൻ പറ്റും. ആ സമയത്ത് ഇത് എടുക്കുക. ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉപ്പൊന്നും ഇടരുത്. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ അടുപ്പത്തോട്ട് വയ്ക്കാൻ പോവുകയാണ്. നമുക്കിതൊരു 5 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ. നല്ല രീതിക്ക് മൂടി വയ്ക്കുക. മൂടിയുടെ 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നോക്കുക, ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. നമുക്ക് അറിയാൻ പറ്റും, ഇത് വേവ് അറിയാൻ പറ്റും. അപ്പൊ ഇത് വെന്ത് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ സുല ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കില്ലേ? സവാള തരണം. ഈ മുഖം കാണാൻ പോയി വെഗ്ലോട്ടില്ല. അങ്ങനെയുണ്ട്. ഉറക്കെ പറ, കേക്കാൻ വയ്യ. ഇഞ്ചി, കൊച്ചുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേ പെട്ടെന്ന്. നമ്മളെ രുദ്രക്കുട്ടി എഴുന്നേറ്റുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റായിരുന്നത്. രുദ്രക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. രുദ്രക്കുട്ടി എണീച്ച്
രുദ്രക്കുട്ടി എഴുന്നേറ്റത് കൊണ്ട് സുലയ്ക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. സുല രുദ്രയും കൊണ്ട് റൂമിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കല്ലുമ്മക്കായ എന്താണെന്ന് നോക്കട്ടെ. ഒരുവിധം വെന്തിട്ടുണ്ടോ? വെന്ത സമയത്ത് നമുക്ക് അതെടുത്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം സവാള നമുക്കിത് വെന്തോ ഇല്ലെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതുപോലെ തുറന്ന് നല്ല ഈസി ആയിട്ട് തുറന്നു വരും. അപ്പോഴാണ് ഇതിൻ്റെ വേവ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിന്ന് നമ്മളതിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്യുക. വേസ്റ്റ് നീക്കം ചെയ്തിട്ട് വെന്ത് കേട്ടോ. അപ്പം ഇത് ഇവിടെ അടുപ്പത്തിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അത് പണിയാണ് കേട്ടോ. അതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പോൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് പരിപാടിയാക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ പരിപാടികൾ ആദ്യം തീർക്കട്ടെ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. നമ്മളതിൽ കപ്പ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം ഒരുപാട് നാളായി കഴിച്ചിട്ട് നല്ല രീതിക്ക് നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്. സംഭവം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും നമ്മൾ വെള്ളം ഒഴിക്കാതെയാണല്ലോ വെക്കുന്നത്, ഉപ്പൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറാണ് ഈ കപ്പയിൽ പിടിച്ചിട്ടുള്ളത്. ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നീ സുലയ്ക്ക് കൊടുക്കാം. സുലയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വരൂ വരൂ വരൂ. എങ്ങനെയുണ്ട്? ചുമ്മാ പറയണോ? സത്യസന്ധമായിട്ട് പറയണം. നമ്മള് സാധാ രീതിക്ക് അവിക്കുന്നതിനെ കാട്ടിയും ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? ഇല്ലേ? അങ്ങനെയാണ്. അപ്പൊ ഇനി കിട്ടപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേ. അപ്പം ഞാൻ ബാക്കിയുള്ള പ്രൊസീജിയറിലോട്ട് കിടക്കട്ടെ. ഇനി ഇത് ക്ലീൻ ചെയ്ത് എൻ്റെ ഇറച്ചി വേർതിരിച്ചെടുക്കണം. എന്നിട്ടാണ് നമുക്ക് റോസ്റ്റിലുള്ള പരിപാടി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കല്ലുമ്മക്കായ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ച് ഒരു അബദ്ധം പറ്റി. മസാല ഇട്ട സമയത്ത് ഞാൻ വീഡിയോയുടെ കാര്യം മറന്നു കേട്ടോ. പെട്ടെന്ന് തീർക്കുന്ന തിരക്കിലായിപ്പോയി. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോയുടെ കാര്യം ആലോചിച്ചത്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തു, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ചേർത്ത് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മസാല ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ബാക്കി നമുക്കിതാ ഉള്ളിയും ഇതെല്ലാം സവാള എല്ലാം അരിയാനുണ്ട്. അതുവരെ ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചുമതല ഞാൻ കൈമാറുകയാണ്. ഇങ്ങോട്ട് കടന്നു വരൂ. ഓക്കെ, സഹധർമ്മിണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സെറ്റാക്കി പെട്ടെന്നുണ്ടോ? കുറച്ച് കപ്പലണ്ടി ഉണ്ടേ. അത് കള, അത് വേസ്റ്റ്. അപ്പോ അത് വേവിക്കുന്നതിന് മുമ്പ് വീണത് പോട്ടെ. ഇതിലാണ് ഇരിക്കുന്നത്. ഇത് സെറ്റായ പണി കഴിഞ്ഞു. ഓക്കെ, നമ്മളത് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇനി സുലയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സുല ആദ്യം നീ എന്തിനാണ് ചെയ്താ? എണ്ണ. അത് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച്, ഓക്കെ, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, ഓക്കെ. പിന്നീട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കല്ലുമ്മക്കായ എണ്ണയിലോട്ട് ഇടുകയാണ്. അത് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. എന്താണ്? അപ്പോൾ അത്
ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് മാറ്റിയിട്ട് എന്താണ് ഓക്കെ. അപ്പോൾ ഇത് ഇറക്കാം നമുക്ക്. ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൂ. ആ പാത്രം തന്നെ ഇട്ട് വേണം. ഇനി വെച്ചിട്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി എണ്ണ ഒഴിച്ചോ. ഓക്കെ മതി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് എന്താണ് ഇടുന്നത് പറയൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചതാണ്. എന്നാ പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. എന്തിന്? അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കിണ്ടി കൊടുക്കണേ. എന്നാ ഇളക്കണം. അല്ല, കിണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ടാ? അയ്യോ, ഓക്കെ. എന്നാ കിണ്ടണ്ട, ഇളക്കിക്കൊടു. മൊത്തത്തിൽ ഇളക്ക്, മൊത്തത്തിൽ ഇളക്ക്. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്ര കറിവേപ്പില ഇടുന്നത്? എത്ര കറിവേപ്പില ഇടാം? 2 തണ്ട. ഓക്കെ, 2 തണ്ട് കറിവേപ്പില നമ്മൾ ഇടുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ 2 പച്ചമുളക് കൂടാം. അതിൻ്റെ കൂടെ 2 കീറ് പച്ചമുളകും അതുകൊണ്ട് നല്ല രീതിക്ക് ഇളക്കുക. ഇനി നമ്മൾ സവാള ചേർക്കാൻ പോവുകയാണ്. സവാള. ഓക്കെ, സവാള ചേർക്കുന്നത് നമ്മുടെ സുല. സവാളയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ട് വരും കേട്ടോ, അറിയാലേ. അപ്പം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തോ. അപ്പോൾ നമ്മൾ അതിൽ പാകത്തിന് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഉച്ചിപ്പൂല ഉപ്പ് ചേർത്ത് നല്ല രീതിക്ക് ആ വെളിച്ചെണ്ണ അത് പിടിക്കണം കേട്ടോ, നല്ല രീതിക്ക് ഇളക്കി കൂടെ. അടിയിൽ ഇത് പാൻ ഇത് പിടിക്കും, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ഇളക്കി കൂടെ. അപ്പം ഇതിൽ നിന്നുള്ള നീര് വരുമ്പോഴേ ഓക്കെ നല്ല രീതിക്ക് ഇളക്കുന്നുണ്ട്. ഇളക്കിളക്ക്. അപ്പം നമ്മൾ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മുടെ സവാളയൊന്ന് ഇളക്കട്ടെ, നല്ല രീതിക്ക് വാടച്ച കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വഴണ്ടിരിക്കുന്നു. സവാള നല്ല രീതിക്ക് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിട്ട് മസാലപ്പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം ഏതാണ് സുലൈ ചേർക്കുന്നത്? മഞ്ഞപ്പൊടി പാകത്തിന്. ഓക്കെ, പിന്നെ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ്. ഓക്കെ, അത് പാകത്തിന്. പിന്നീട് അത് ഗരം മസാല അല്ലേ? അത് ഗരം മസാലയാണ്. ഗരം മസാല. ഓക്കെ, പിന്നെ കുരുമുളക് പൊടി. ഓക്കെ, മുളക് പൊടി ചേർക്കുകയാണ്. ഓക്കെ, മുളക് പൊടി അധികമൊന്നും വേണ്ട, നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഓ, കളർ. ഇത് കളറിന്റെ മുളക് പൊടി അല്ല. മഞ്ഞപ്പൊടി പാകത്തിന്. ഓ, സോറി ഗൈസ്, എൻ്റെ തെറ്റാണ്. അപ്പോൾ മല്ലിപ്പൊടി പാകത്തിന്. അപ്പോൾ സെറ്റ്. അപ്പോൾ അത് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട്. ആര്
നല്ല പോലെ മിക്സ് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ, സെറ്റ് ചെയ്യാം. അപ്പോൾ അതിലോട്ട് നമ്മൾ എന്താണ്, തക്കാളി ചതച്ചതാണേ. തക്കാളി പേസ്റ്റാണ് അത്. തക്കാളി പേസ്റ്റ് അല്ല, തക്കാളി ചതച്ചത് അത് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം, നല്ല പോലെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് മാഡം? ഇതിന്റെ പച്ച മണം മാറണം. മസാലേന്റെ അപ്പൊ മസാലേന്റെയൊക്കെ പച്ച മണം മാറുന്ന വരെ നമ്മുടെ സുല ചേച്ചി ഇരുന്ന് എന്താണ് കിണ്ടിക്കൊണ്ടിരിക്കും. അതന്നെ, ഇളക്കിക്കൊണ്ടിരിക്കും. ഞാനേ പണ്ട് പറയുന്നത് കിണ്ടണം, ഇങ്ങനെ കിണ്ടണം, അങ്ങനെ കിണ്ടണം. എനിക്ക് കിണ്ടണമെന്നേ വായിൽ വരുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ കല്ലുമ്മക്കായ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, തട്ടിയിട്. സ്ലോ മോഷനൊന്നും അല്ല, അടി പിടിക്കും. അത് ഞാൻ സ്ലോ മോഷൻ എടുത്തോളാം, നീ പെട്ടെന്ന് തട്ടിയിട്ട്. ഓക്കെ, അത് നല്ല രീതിക്ക് മസാല നമ്മുടെ കല്ലുമ്മക്കായും അതുമായിട്ട് നല്ല രീതിക്ക് യോജിപ്പിക്കുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഇത് വെക്കുന്ന ടീമുകൾ ആരും വന്നിട്ട് ഇത് ഇങ്ങനെയല്ല മറ്റേതാണ് മറിച്ചാണ്, പലരുടെയും പല രീതിയാണ്. ഇത് എൻ്റെ രീതിയാണ്, ഞാൻ കണ്ടുപിടിച്ച രീതിയാണ്. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത് കേട്ടോ. സംഭവം എല്ലാം ഭക്ഷണമാണ്, എല്ലാം കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടേതായ രീതിക്ക് നമ്മളൊന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. ഇത് ഇങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ട്? എന്നിട്ട് അത് ഇങ്ങനെ ആക്ക്. ഞാൻ കാണിച്ചു തരാം. വെച്ചിട്ടുണ്ടാക്കുന്ന ഷെഫിന്റെ കയ്യിൽ എത്തിയല്ലോ. സത്യം പറഞ്ഞാൽ ഇതിൽ വെള്ളം ചേർക്കരുത്, ഇങ്ങനെ വേവിച്ചങ്ങ് എടുക്കുക. ചിക്കൻ ആണെങ്കിൽ അന്ന് വെള്ളം ഉണ്ടാവും, പക്ഷെ ഇതിൽ വെള്ളം ഉണ്ടാവാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. ഇതാദ്യം ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൽ മസാല നല്ല രീതിക്ക് പിടിക്കുന്നത് വരെ നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. അടി പിടിക്കാതെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് കിണ്ടി അല്ല, ഇളക്കി. ഓക്കെ, എന്തിനായി? സെറ്റായ? അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചെയ്ത് വെച്ചിരുന്ന അതിലേക്ക് കുറച്ച് വെള്ളം, പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം കൂടെ കലക്കി നമ്മൾ കുറച്ച് വെള്ളം, അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിക്കുക. മൊത്തത്തിലൊന്ന് ഇളക്കി ചേർക്കുക. മുളക് പൊടി കൂടിയോ എന്നൊരു സംശയം കേട്ടോ. ഇല്ലാതില്ല. നല്ല രീതിക്ക് ഇത് ഒന്ന് വെള്ളം വറ്റി വരുമ്പം ഇറക്കുക കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കുക, പാകത്തിന് ഉപ്പാണോ സെറ്റാണോ നോക്കുക. എല്ലാം സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് പരിപാടി എന്താണ്. ഓക്കെ ഗൈസ്, അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ റോസ്റ്റ് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. ഓക്കെ, ഓപ്ഷണലാണ്, പക്ഷെ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് കറിക്ക് റോസ്റ്റിനൊരു മയം കിട്ടും. അരച്ചിനിയുണ്ട്. ഇരിക്കണതേ ഉള്ളു കേട്ടോ. അവിടെ ഇരിക്കുന്നില്ലേ, അതേ ഉള്ളു. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ഒരു ഇളക്കണം. ഇത് ഇനി വിളക്കണ്ടേ. ഓക്കെ, നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഇറക്കാല്ലേ? ഓക്കെ, നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛനെ കൊടുക്കുകയാണ്. നമ്മളിതാ
കല്ലുമേക്കായയുടെ കൂടെ ഇട്ട് പുഴുങ്ങിയ കുറച്ച് കിഴങ്ങുണ്ട്, അതും കല്ലുമേക്കായ റോസ്റ്റും കൂടിയാണ് കൊടുക്കുന്നത്. വരൂ, ടേസ്റ്റ് ചെയ്യാനുള്ള ആളിന് കൊടുക്കണം. ടേസ്റ്റ് ചെയ്യാനുള്ള ആളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിച്ചിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അഞ്ചു ഇതിലും ലൈറ്റ് ഇടും. അടിപൊളി, തിന്നുമ്പോ അടിപൊളി, സത്യസന്ധമായിട്ട് പറയണം. ഇത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ് സംഭവം. എന്താണ് ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നത്, പക്ഷെ ഇത് നമ്മുടെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. എനിക്ക് സാധനം തിന്നോക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, ഞാൻ എല്ലാ കറിയും ഞാൻ തന്നെ വീട്ടിൽ ടേസ്റ്റ് ചെയ്യുന്നു. അതെ, നമ്മുടെ ടെസ്റ്ററാണ് അച്ഛൻ. അതുകൊണ്ട് വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കിയാലും ഞാൻ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഇതും അടിപൊളിയാണെന്ന് കൊള്ളാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കല്ലുമേക്കായ റോസ്റ്റ് കിടലാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ഒരു കപ്പയും ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു ഓക്കെ, അടിപൊളി അടിപൊളി. മണലിന്റെ ഒരു ഇതുണ്ട് വരുന്നുണ്ട്. കല്ലുമേക്കായാലും നമ്മൾ പ്രോപ്പറായിട്ട് ഇനിയും കുറച്ചുകൂടെ കഴിവണമായിരുന്നു. കുറച്ച് മണൽ കടിക്കുന്നുണ്ട്. മസാല ഗ്രേവി സൂപ്പറും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി. ഞാൻ പറയുന്നത് കറക്റ്റാ പറയുന്നത്. ഇനി നമ്മൾ കഴിക്കട്ടെ, നല്ല വിശപ്പായി. അഞ്ജു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം. അതുവരെ ബൈ. ഏ